ഹലോ നമസ്കാരം. എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ വെർഗോന് വേണ്ടിയിട്ട് മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് നിങ്ങൾക്കൊരു പേഴ്സണലായിട്ട് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷേ അത് നിങ്ങളുടെ എനർജി നിങ്ങളുടെ സിറ്റുവേഷൻ്റെ ബേസിസിലാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതല്ലാണ്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിലും കുറേ ആക്റ്റീവാണ്. എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഹാൻഡിൽ മുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ചെക്കൗട്ട് ചെയ്യുക. ഇൻസ്റ്റഗ്രാമിൽ വേറെ തരത്തിലാണ് വീഡിയോസ് ഇടാറ്, അപ്പോൾ അത് ഇവിടെ ചെയ്യാറില്ല ഞാൻ ഷെയർ. അപ്പോൾ അവിടെ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് വേറെ തരത്തിലൊരു എക്സ്ട്രാ മെസ്സേജും കിട്ടും. അതല്ലാണ്ട് നിങ്ങൾക്ക് എന്നെ അവിടെ DM ചെയ്യാം, നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ. അപ്പോൾ നമ്മൾക്കിപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. പക്ഷേ വേറെ ഒരു കാര്യം എന്താ വെച്ചാൽ എൻ്റെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അതും ക്ലിക്ക് ചെയ്ത് ചാനലിൻ്റെ മെമ്പർ ആവുക. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് മെയ് മാസത്തിൻ്റെ മെസ്സേജസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് റീഡിങ്ങിൽ കാണാം. അപ്പോൾ വെർഗോ, നിങ്ങളുടെ മെയ് മാസത്തിൻ്റെ എന്താണ് മെസ്സേജസ് എന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി ഈ മാസം. ലവേഴ്സ്, നിങ്ങളുടെ പാസ്റ്റിൻ്റെ എനർജി. പാസ്റ്റിൽ കിങ് ഓഫ് കപ്സ് ആണ്. മെയ് മാസത്തിൻ്റെ എനർജി നിങ്ങളുടെ 5 ഓഫ് സോർഡ്സ്. ഫ്യൂച്ചർ എനർജി നിങ്ങളുടെ ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം പേജ് ഓഫ് സോർഡ്സ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അഡ്വൈസ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങളുടെ സർപ്രൈസ് ഫാക്ടർ ഈ മാസം ചാരിയറ്റ്. ഔട്ട്കം. അപ്പോൾ വെർഗോ, നിങ്ങളുടെ ഏറ്റവും വലിയ ഓവറോൾ എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലവേഴ്സാണ്. ലവേഴ്സ് ജെമിനൈ എനർജിയാണ്. ഇതൊരു സോൾമേറ്റ് കണക്ഷൻ്റെ എനർജിയാണ്, ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇത് എന്താണ് ഇവിടെ ഓവറോൾ എനർജി ആയിട്ട് കാണുന്നത്? 5 ഓഫ് കപ്സ്. അപ്പോൾ ഇവിടെ ഒരു ലോസിൻ്റെ എനർജി ഉണ്ട്. നിങ്ങൾ ഏതോ ഒരു പേഴ്സണെ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ലൈഫിന്. ഈ പേഴ്സൺ മേ ബി നിങ്ങൾ രണ്ടാളും സെപ്പറേറ്റഡ് ആയിരിക്കാം. അതല്ല വെച്ചാൽ നിങ്ങളുടെ ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ടാവും, ഇല്ലാച്ച ഒരു ചെറിയ വഴക്കുണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ കുറേ അപ്സെറ്റാണ്, കുറേ ഒരു റിഗ്രറ്റ് ഉണ്ട് ഇവിടെ. പാസ്റ്റിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് കുറേ വിഷമാവണു. എന്തോ മിസ് ഔട്ടായി നിങ്ങളുടെ ലൈഫിൽ, അങ്ങനെ ഒരു ഫീലിംഗ് നിങ്ങളുടെ ലൈഫ് പറഞ്ഞാൽ എന്തോ ഈ ഒരു പേഴ്സൺ മിസ് ഔട്ടായി. ഇല്ലാച്ചാൽ ഈ സിറ്റുവേഷൻ ഇപ്പോൾ കയ്യിൽ നിന്ന് പോയി, ഇപ്പോൾ ആ സിറ്റുവേഷൻ തിരിച്ചു വരില്ല, അങ്ങനെ ഒരു ഫീലിംഗ് നിങ്ങൾക്കുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ പക്ഷേ ഇൻഡിക്കേറ്റ് ചെയ്യണത് എന്താ വെച്ചാൽ ഏതോ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിന് മിസ് ഔട്ടായ സിറ്റുവേഷൻ തിരിച്ചു വരാൻ പോകുന്നുണ്ട്. ഇത് ചിലപ്പോൾ ഈ പേഴ്സൺ തിരിച്ചു വരണ എനർജി ആയിരിക്കാം. അതല്ല വെച്ചാൽ വേറൊരു പേഴ്സൺ എന്ന് വെച്ചാൽ വേറൊരു സോൾമേറ്റ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ബാക്കിയുള്ള കാർഡ്സ് എന്താണെന്ന് നോക്കാം. കിങ് ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ പാസ്റ്റിൽ. കിങ് ഓഫ് കപ്സ് സ്പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ, എസ്പെഷ്യലി ഒരു സ്കോർപ്പിയോ എനർജി. കുറേ ലവിൻ്റെ എനർജിയാണ് കിങ് ഓഫ് കപ്സ്. ഒരു മെച്ചോർഡ് റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ്. 7 ഓഫ് പെൻറ്റക്കിൾസ് ഉണ്ട് ഇവിടെ. ഇവിടെ ഒരു വെയിറ്റിംഗ് എനർജിയാണ് ഞാൻ കാണുന്നത്. ഈ സിറ്റുവേഷൻ എന്തോ ഒരു സ്റ്റാഗ്നൻ്റ് ആയിപ്പോയി. ഈ സിറ്റുവേഷനിൽ ഒന്നും മുമ്പോട്ട് നടക്കുന്നുണ്ടായില്ല. പാസ്റ്റിൽ ഈ സിറ്റുവേഷനിൽ ഒരു പ്രോഗ്രസ് ഉണ്ടായിട്ടില്ല. നിങ്ങൾക്ക് ഈ പേഴ്സൺ ഇഷ്ടമായിരുന്നു, ആ പേഴ്സണ് നിങ്ങൾ ഇഷ്ടമായിരുന്നു, പക്ഷെ എന്തോ ഒരു കാരണം കൊണ്ട് ഇവിടെ ഒരു ബ്ലോക്കാണ് ഞാൻ കാണുന്നത് പാസ്റ്റിൽ. ഈ പേഴ്സൻ്റെയും നിങ്ങളുടെ ഇടയ്ക്ക് ഒരു സെപ്പറേഷൻ ആയിരിക്കാം. പക്ഷേ ഞാൻ പറഞ്ഞ മാതിരി ഒന്നും മുമ്പോട്ട് പോകുന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ എനർജി 5 ഓഫ് സോർഡ്സ് ആണ്. നിങ്ങൾ ഈ സിറ്റുവേഷന് വാക്ക് അവേ ചെയ്യണം. എന്നുവെച്ചാൽ ഇവിടെ കുറേ നെഗറ്റിവിറ്റി ഉണ്ട്, കുറേ ആൾക്കാരെ നിങ്ങളെക്കുറിച്ച് ഗോസിപ്പ് ചെയ്യണു, അങ്ങനത്തെ എനർജി. കുറേ ഒരു നെഗറ്റീവ് എനർജി, വഴക്കുണ്ടാവുക, ആൾക്കാരെന്തോ നിങ്ങളെക്കുറിച്ച് പറയുക, അങ്ങനത്തെ ഒരു എനർജിയിൽ നിങ്ങൾ ഹാപ്പി അല്ല.
ഓക്കെ, ഈ സിറ്റുവേഷനും ഇംബാലൻസ്ഡ് ആണ്. അതുകൊണ്ട് നിങ്ങൾ ഈ സിറ്റുവേഷന് ഇപ്പോൾ തൽക്കാലം വാക്ക് അവേ ചെയ്യണു. ഇവിടെ ഒരു എൻഡിങ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഒരു സെപ്പറേഷൻ ഡെഫിനറ്റ്ലി ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ ഹീൽ ചെയ്യാനാണ് കുറച്ച് സമയം ഒരു ബ്രേക്ക് എടുക്കുന്നത് ഈ പേഴ്സൻ്റെ അടുത്തുനിന്ന്, ഈ റിലേഷൻഷിപ്പിൻ്റെ അടുത്തുനിന്ന്. നിങ്ങൾ കുറേ എനർജി ഇതിലിട്ടു, ഈ കുറേ എഫേർട്ട് ഇട്ടുണ്ട്, പക്ഷേ അതുമാതിരി നിങ്ങൾക്ക് റെസ്പോൺസ് കിട്ടണില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു ബ്രേക്ക് എടുക്കണു ഈ റിലേഷൻഷിപ്പിന്. പക്ഷേ ഫ്യൂച്ചറിൽ ഞാനൊരു പുതിയ ബിഗിനിങ് ആണ് കാണുന്നത്. ഏസ് ഓഫ് പെൻറ്റിക്കിൾസ്, ഒരു സ്റ്റേബിൾ ന്യൂ ബിഗിനിങ് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. ഈ ന്യൂ ബിഗിനിങ് എന്താണ്? പേജ് ഓഫ് വാൻഡ്സ്. അപ്പോൾ ഇതൊരു പുതിയ പേഴ്സൺ ആയിരിക്കാം. ക്വീൻ ഓഫ് സോഡ്സ്. അപ്പോൾ ഇതൊരു പുതിയ ബിഗിനിങ് ആണ്, ഒരു പുതിയ പേഴ്സൺ ആയിരിക്കാം. ഞാനിവിടെ 2 എനർജീസ് കാണുന്നുണ്ട്. ഒരു ഫയർ സൈൻ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. അത് അല്ലാണ്ട് ഒരു അക്വേറിയസ്, ലീബ്ര, ജെമിനയും ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി കുറേ ഓപ്പർച്യൂണിറ്റീസ് കുറേ ഉണ്ടാവും ഫ്യൂച്ചറിൽ. ഇത് ചിലവർക്ക് ഇത് ജോബ് ഓപ്പർച്യൂണിറ്റി ആണ്, ചിലവർക്ക് ഇത് റൊമാൻറ്റിക് ആണ്, ചിലവർക്ക് ഇത് രണ്ടുമാവും. ഇപ്പോൾ പേജ് ഓഫ് സോഡ്സ് ആണ് നിങ്ങളുടെ ചാലഞ്ച് ഈ മാസം. അപ്പോൾ പേജ് ഓഫ് സോഡ്സ് ഒരു ക്യൂരിയോസിറ്റിയുടെ എനർജിയാണ്, പുതിയ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ്. ഇതെന്താ ഒരു ചാലഞ്ചായിട്ട് കാണുന്നത്? എന്തോ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഈ മാസം. അതിൻ്റെ കാരണം നിങ്ങൾ ഈ ഇൻഫർമേഷൻ, കിട്ടണ ഇൻഫർമേഷൻ ഒരു നിങ്ങളെ ചതിക്കണ ഇൻഫർമേഷനാണ്. എന്ന് വെച്ചാൽ ഈ പേഴ്സൺ നിങ്ങളോട് എല്ലാം തുറന്ന് പറഞ്ഞിട്ടില്ല, എന്തോ മാന്യുപ്പുലേറ്റ് ചെയ്തുണ്ട്, എന്തോ ഒരു കാര്യം ഒളിപ്പിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ന്യൂസ്, അങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഈ മാസം എന്തോ അങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതല്ല വെച്ചാൽ നിങ്ങൾ ഓൺലൈൻ എന്തോ ഇൻഫർമേഷൻ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് ആ സോഷ്യൽ മീഡിയയുടെ ത്രൂ മനസ്സിലാവുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ ചാലഞ്ച് ഇവിടെ. എന്നുവെച്ചാൽ അതിൻ്റെ കാരണം ഇവിടെ ഒരു സെപ്പറേഷൻ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ ഈ സിറ്റുവേഷനിൽ ഹാപ്പി അല്ല. ഈ ഇൻഫർമേഷൻ, കിട്ടിയ ഇൻഫർമേഷൻ കുറേ നിങ്ങളെ അപ്സെറ്റ് ആക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ റിലേഷൻഷിപ്പ്, ഈ സിറ്റുവേഷന് വാക്ക് അവേ ചെയ്യണം. നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ അഡ്വൈസ്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് മൂവ് ഓൺ ചെയ്യാൻ പറയണു. അത് ഉടനെ മൂവ് ഓൺ ചെയ്യാൻ കുറച്ച് വിഷമമായിരിക്കും, പക്ഷെ നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് അല്ല കാര്യങ്ങൾ, അതിൽ ഫോക്കസ് ചെയ്യുക. എന്നുവെച്ചാൽ നിങ്ങളുടെ ലൈഫിലൊരു പുതിയ ബിഗിനിങ് ഉണ്ടാവാൻ പോകുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞ മാതിരി കുറേ ന്യൂ ഓപ്പർച്യൂണിറ്റീസ്, കുറേ പുതിയ ബിഗിനിങ്സ് ഉണ്ട്. പക്ഷെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ റെഡി ആവണം. റെഡി ആവില്ല വെച്ചാൽ ഈ ഓപ്പർച്യൂണിറ്റീസ് വന്നാലും നിങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് റെഡി ആവില്ല. അപ്പോൾ അതുകൊണ്ടാണ് യൂണിവേഴ്സ് പറയണത്, ഈ സ്റ്റാഗ്നൻറ്റ് സിറ്റുവേഷന് നിങ്ങൾ പുറത്ത് വരും. പക്ഷേ അതിന് വേണ്ടിയിട്ട് ഹീൽ ചെയ്യുക. ഹീലിങ്ങിൽ കുറച്ച് സമയം എടുക്കും, അത് കുഴപ്പമില്ല. മെല്ലെ പറഞ്ഞാൽ സമയം എടുത്തിട്ട് മുമ്പോട്ട് പോവുക. എത്രയാണ് നിങ്ങൾക്ക് സമയം എടുക്കേണ്ടത് വെച്ചാൽ അത്ര സമയം എടുത്തിട്ട് ഹീൽ ചെയ്യുക, റിക്കവർ ചെയ്യുക, മുമ്പോട്ട് പോവുക. എന്നുവെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ കുറേ പുതിയ ബിഗിനിങ്സ് ഉണ്ടാവുന്നുണ്ട്. ഇത് കരിയറിലും റിലേഷൻഷിപ്സിലും ഉണ്ട്. അപ്പോൾ 2 സൈഡിൽ നിന്നും കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. ചാരിയറ്റാണ് നിങ്ങളുടെ സർപ്രൈസ് ഫാക്ടർ ഈ മാസം. ട്രാവൽ ഈ മാസം ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടാവും. അതല്ല ഇത് സക്സസിൻ്റെ എനർജിയാണ്, ക്യാൻസർ എനർജിയാണ്. ചാരിയറ്റ് എന്താണ് ഇവിടെ കാണുന്നത്? ജസ്റ്റിസ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിലെല്ലാം ബാലൻസ് ആയിട്ട് പറഞ്ഞ ഇതിൻ്റെ മുമ്പേ കാര്യങ്ങൾ ഒരു ഇംബാലൻസ്ഡ് ആയിരുന്നു. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ പാസ്റ്റിൽ ഒരു സ്റ്റാഗ്നൻറ്റ് സിറ്റുവേഷനായി. ഈ കറൻറ്റ് സിറ്റുവേഷനിൽ കുറേ നെഗറ്റീവ് എനർജിയാണ്. അപ്പോൾ അതൊക്കെ ഒരു ഇംബാലൻസ് ആണ്. പക്ഷേ നിങ്ങളുടെ ലൈഫിൽ ഈ മാസം വരാൻ പോണത് കുറേ ബാലൻസ് ആണ്. ഇവിടെ കാർമിക് ജസ്റ്റിസും ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എഗൻസ്റ്റ് ആരെങ്കിലും നെഗറ്റീവായി ബിഹേവ് ചെയ്യുന്നുണ്ടാച്ചാൽ, നെഗറ്റീവായി എന്തെങ്കിലും ചെയ്യുന്നുണ്ടാച്ചാൽ അവർക്ക് അതിൻ്റെ കർമ്മ കിട്ടും. ഓക്കെ, എന്നുവെച്ചാൽ ജസ്റ്റിസ് നിങ്ങളുടെ സൈഡിലാണ്. അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് പറയണത് സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുക.
ഡിസിഷൻസ് എടുക്കുക. എന്നുവെച്ചാൽ നിങ്ങൾ ചെയ്യണത് ശരിയാണ്, നിങ്ങൾ റൈറ്റ് പാത്തിലാണ്. നിങ്ങളുടെ കൂടെ ഉണ്ടാവണ ഇപ്പോൾ ഇൻജസ്റ്റിസ് ഒക്കെ ബാലൻസ് ഔട്ടാവും. കർമ്മ ആ പേഴ്സണെ അതുപോലെ അവർക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടും, ഔട്ട്കം കിട്ടും. നിങ്ങൾക്ക് ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്തു ആൻഡ് നിങ്ങൾ ശരിയായി പാത്തിലാണ്. അപ്പോൾ മുമ്പോട്ട് പോവുക, കുറച്ച് പേഷ്യൻസ് വെക്കുക. എന്ന് വെച്ചാൽ ഈ മാസം ചിലപ്പോൾ കുറച്ച് ചാലഞ്ചിങ് ആവാം, എസ്പെഷ്യലി ഇങ്ങനത്തെ നെഗറ്റീവ് എനർജീസ് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്കൊരു ഹോപ്പ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവാൻ വഴിയുണ്ട്. ബട്ട് ഇതെല്ലാം ശരിയാവും. ഇവിടെ ഒരു ലീഗൽ സിറ്റുവേഷനിൽ നിങ്ങൾ ഇൻവോൾവ് ആണ് വെച്ചാൽ അതിലും ഒരു പോസിറ്റീവ് ന്യൂസ് ഉണ്ടാവും. ഓക്കെ, ഔട്ട്കം കിങ് ഓഫ് സോഡ്സ്. അപ്പോൾ ലീഗൽ സിറ്റുവേഷൻ പറയുമ്പോഴേക്കും കിങ് ഓഫ് സോഡ്സ് വന്നു. കിങ് ഓഫ് സോഡ്സ് ഒരു ലോയറുടെ എനർജിയാണ്, ചില സമയത്ത് ഇതൊരു ഡോക്ടറുടെ എനർജിയും ആവാം. ഇവിടെ ക്വീൻ ഓഫ് സോഡ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഫ്യൂച്ചറിൽ നിങ്ങളൊരു പുതിയ പേഴ്സണെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഈ പേഴ്സൺ നിങ്ങളുടെ ഡിവൈൻ പെയറാണ്, ഡിവൈൻ മാച്ചാണ്. ഓക്കെ, കിങ് ഓഫ് സോഡ്സ്, ക്വീൻ ഓഫ് സോഡ്സ് ഒരു ഡിവൈൻ പെയറാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. കുറേ ഫെയിം, പോപ്പുലാരിറ്റി ഉണ്ടാവും. നിങ്ങൾക്ക് ലൈഫിലെല്ലാം നഷ്ടപ്പെട്ടത് എല്ലാം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഓക്കെ, അതാണ് യൂണിവേഴ്സ് പറയണത്. ബാലൻസ് ഉണ്ടാവും, റിലേഷൻഷിപ്പ് ഉണ്ട്, നിങ്ങൾക്ക് ജോലിയിൽ ഇതിൻ്റെ മുമ്പേ ചില ഡിസപ്പോയിൻമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട് വെച്ചാൽ അതൊക്കെ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഡബിളായി ബോണസായിട്ട് ഗിഫ്റ്റ് തരാൻ പോകുന്നുണ്ട് ഈ മാസം. ഈ മാസം അല്ല വെച്ചാൽ അടുത്ത മാസം ഡെഫിനറ്റ്ലി. എന്നുവെച്ചാൽ എല്ലാവർക്കും ഇത് ഈ മാസം തന്നെ ആവണം എന്നില്ല. ഈ എനർജീസ് ടാരോയിൽ കുറേ ഫ്ലെക്സിബിൾ ആണ്. അപ്പോൾ ബട്ട് ഇതാണ് തീം. ഇത് നിങ്ങൾക്ക് അറിയും, ഇത് റെസൊനേറ്റ് ആവും. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഓൾറെഡി ആണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നിങ്ങളുടെ എനർജിയാണ്, നിങ്ങളുടെ റീഡിംഗ് ആണെന്ന്. അപ്പോൾ ഇവിടെ ഞാൻ സയൻസ് കാണുന്നത് ലിയോ, ജെമിനായി, അക്വേരിയസ്, പൈസീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ കുറേ അക്വേരിയസ്, ലീബ്ര, ജെമിനായി ഉണ്ട്. ഫയർ സൈൻ ഉണ്ട്, ലിയോ, പൈസീസ് ഉണ്ട്, ക്യാൻസർ ഉണ്ട്, സാജിറ്റേറിയസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒറക്കിൾ മെസ്സേജ് ഇവിടെ? റിക്കവറി. അപ്പോൾ ഈ മാസം റിക്കവറി ചെയ്യണ മാസമാണ്. എന്ന് വെച്ചാൽ ഈ പാസ്റ്റിൻ്റെ ഡിസപ്പോയിൻമെൻറ്റ്സിനൊക്കെ നിങ്ങൾ റിക്കവർ ചെയ്യണു. ആൻഡ് ഫ്യൂച്ചറിലും നിങ്ങൾ നഷ്ടപ്പെട്ടതെല്ലാം നിങ്ങൾക്ക് റിക്കവർ ആവണു. അതാണ് ഇവിടെ മെസ്സേജ് ഉള്ളത്. ഓക്കെ, നിങ്ങൾക്ക് അതൊക്കെ ബോണസായിട്ട് കിട്ടും. ഒരു നല്ല പോസിറ്റീവ് ഫ്യൂച്ചറാണ് നിങ്ങളുടെ മെയ് കഴിഞ്ഞ. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജ് വർഗോ. ഐ ഹോപ്പ് ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് വേണം വെച്ചാൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.